അതായത് പാരസൈറ്റ്സിൽ ഗണത്തിൽപ്പെട്ട ടേപ്പ് വേം, റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം നമ്മൾ സാധാരണ പറയുന്ന വിരശല്യങ്ങൾ എന്ന് ചുരുക്കി പറയാൻ വേണ്ടി സാധിക്കും. ഇത്തരം ഗണത്തിൽപ്പെട്ട ജന്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ്. അതിന് പുറമെ ഇത്തരം വിരശല്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അൽബൻഡസോൾ ടാബ്ലറ്റ്സും സിറപ്പുകളും ഉപയോഗിക്കാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം അനീമിയ പോലത്തെ രക്തത്തിന്റെ കുറവ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന വ്യക്തിക്ക് മേ ബി വിരശല്യത്തിന്റെ പ്രോബ്ലം ആയിരിക്കാം, അതിന് ഒഴിവാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ കുറവുകൾ, കണ്ടിന്യൂസ് ആയിട്ട് വിറ്റാമിൻ കുറവ് കാണിക്കുന്ന ആളുകൾക്ക് വിരശല്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ കുറവുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളർച്ച കുറവ് അല്ലെങ്കിൽ വളർച്ചയെ സാവധാനത്തിലാക്കാൻ സാധ്യമാക്കുന്നത് വിരശല്യത്തിന് ബുദ്ധിമുട്ട് കാരണമായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, സ്കൂളുകളിലും അംഗൻവാടികളിലും ഗവൺമെന്റിന്റെ പോളിസി പ്രകാരം, ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം പ്രകാരമായിട്ട് കുട്ടികൾക്ക് അൽബൻഡസോൾ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് പൊതുവെ ആളുകളുടെ മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽബൻഡസോൾ ടാബ്ലറ്റ് മന്തിന്റെ മരുന്നാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ചുറ്റുഭാഗത്ത് ആർക്കും മന്ത് എന്ന് പറയുന്ന അസുഖം ഇല്ലാത്തതിനാൽ തന്നെ ഇത് കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യം. മന്ത് എന്ന് പറയുന്ന അസുഖം ഒരു ഒരു വിരശല്യത്തിന് ബുദ്ധിമുട്ട് കാരണമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മന്ത്. അതേ പ്രകാരം തന്നെ അനീമിയ, മാൽന്യൂട്രീഷൻ